മഹേന്ദ്രൻ ഒപ്പിട്ട കടലാസം കൊണ്ടുവന്ന് ആ കലാവധി സ്കോർ ചെയ്തിട്ടങ്ങ് പോയി. ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും കലയമ്മയ്ക്ക്. ഞാനും വിവേകും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിന്ന് രാത്രി മുഴുവൻ മഞ്ഞു കൊണ്ടത് മിച്ചം. മഹിയേട്ടൻ പരാതി പിൻവലിച്ചില്ലെങ്കിലും അഭിമന്യുവും വിവേകും കൂടി ആകാശിനെ പുറത്തിറക്കുമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ആ SIയെ വരച്ച വരയിൽ നിർത്തിയതുകൊണ്ട് മാത്ര അയാൾ ആകാശിനെ കൂടുതൽ ഉപദ്രവിക്കാതിരുന്നെന്നും എനിക്കറിയാം. കലയമ്മയെ കണ്ടപ്പോ അഭിമന്യുവിനൊരു പരിഭവം തോന്നിക്കാണുന്നു എനിക്കറിയാം. പോട്ടെ, അത് വിട്ടളഞ്ഞേക്ക്. ആ പരിഭവം മാറ്റാനാ ഞാൻ കലയമ്മയുടെ കാറിൽ കയറാതെ ഈ കാറിൽ തന്നെ കയറിയത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കാ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അഭിമന്യുവിന് മനസ്സിലാവുന്നില്ലേ? അഭി, സത്യം ഞാൻ പറയുന്നേ. എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, ഈ വിളി എങ്ങനെ അധികം കേൾക്കാറില്ല. ഞാൻ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങോട്ട് ഞാൻ അബീനെ വിളിക്കും. എന്താ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ലേ? താൻ എന്നെ എന്ത് വിളിച്ചാലും, ഇനിയിപ്പൊ ചീത്ത വിളിച്ചാലും എനിക്കിഷ്ട. ഈ അഭിമന്യു എന്നുള്ള നീട്ടിപ്പിടിച്ചുള്ള വിളിക്ക് വല്ലാത്തൊരു അടുപ്പക്കറുള്ളത് പോലെ. അപ്പൊ ഇനി അങ്ങോട്ട് ചെല്ലപ്പേര് വിളിച്ച് മയക്കാനാണ് പ്ലാൻ. അതെ, നമുക്ക് ഏതെങ്കിലും തട്ടുകടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചാലോ? നമ്മളെപ്പോലെ 2 ഹോട്ടൽ മുതലാളിമാരെ തട്ടുകടയിൽ കയറിയാ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു അപൂർവ നിമിഷമാണിത്. അതെനിക്കൊന്ന് ആസ്വദിച്ചേ പറ്റും. ആകാശ് രാവിലെ തന്നെ അനഘയുടെ ഹോസ്പിറ്റലിലെത്തി ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി. ഏറ്റ മർദ്ദനത്തിന് ഉള്ളിൽ നല്ല പരിക്കുകളുണ്ടെന്നാ മെഡിക്കൽ റിപ്പോർട്ട്. അവന്റെ ഒരു പരിക്ക് പന്നിയെ കൊന്നുകളയായിരുന്നു വേണ്ടത്. നമുക്ക് ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാൻ. പ്രതികാരം എന്ന വിഭവത്തിന് സ്വാദ് കൂടുന്നത് അപ്പോഴാ മഹേന്ദ്ര. ആരാധ്യയോടുള്ള എന്റെ പക നിനക്കറിയാവല്ലോ. അതിന് ഞാൻ പകരം വീട്ടാൻ പോകുന്നത് അവൾ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം അവളുടെ ജീവിതത്തിന് തട്ടിയെറിഞ്ഞുകൊണ്ടാ. ഏറെ ആഗ്രഹിച്ച് അവള് കാത്തിരിക്കുന്ന പോലീസ് ട്രെയിനിങ് മുടക്കി അവളുടെ ജോലി തെറിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ കലാവധി പകവീട്ടുന്നത്. അതിരിക്കട്ടെ, എന്താ ചേച്ചിയുടെ പ്ലാൻ? അത് പറ. വ്യക്തമായ പ്ലാനൊന്നും ഇനിയും ആയിട്ടില്ല. പക്ഷേ 2 പേരും ട്രെയിനിങ്ങിന് വേണ്ടി തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ എത്തില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മതി, അത്രയും മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.